നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2027 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം അത് സമാജ്വാദി പാർട്ടിക്ക് ഒരു കിങ് മേക്കർ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്ന് അഖിലേഷ് യാദവ് പറയാതെ തന്നെ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷിന് കിട്ടിയ 37 ലോക്സഭാ സീറ്റുകൾ UPയിൽ സമാജ്വാദി പാർട്ടി നേടുന്ന ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റാണ്. അവർ മത്സരിച്ച 63 ഇടങ്ങളിൽ 37 എടുത്ത് വിജയിച്ചു എന്ന് പറഞ്ഞാൽ BJPയുടെ തണ്ടൊടിഞ്ഞു, അതായത് താമരയുടെ തണ്ടൊടിഞ്ഞു എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു. അത്രയേറെ മുന്നേറ്റം സമാജ്വാദി പാർട്ടി പ്രതാപകാലത്ത് പോലും നടത്തിയിട്ടില്ല. അതായത് നിയമസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ സമയത്ത് പോലും അവർക്കത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് 2012 അഖിലേഷ് യാദവ് നേടിക്കൊടുത്ത വിജയമാണ്. 224 സീറ്റുകളാണ് അന്ന് 403 സീറ്റുകളിൽ നേടിയെടുത്തതും അഖിലേഷ് യാദവ് 38ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയാകുന്നത്. വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താൻ ഒരുങ്ങി നിൽക്കുകയാണ് അഖിലേഷ് യാദവ്. മാത്രമല്ല 2027 തുടക്കം പല മാറ്റങ്ങൾക്കും കാരണമാകും. കോൺഗ്രസ് ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിലുള്ളത്. ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ പിന്നെ കർണാടകം, തെലങ്കാന, കേരളം. ഈ 4ഇടത്താണ് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിമാർ ഉള്ളത്. എന്നാൽ അത് 6 വർദ്ധിക്കും. ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും കൂടി കോൺഗ്രസ് ഭരണം കൈയാളുന്ന സ്ഥിതി ഉണ്ടാകും എന്ന് തന്നെയാണ് കൃത്യമായി കണക്കുകൾ, റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഭരണ സംവിധാനം അപ്പാടെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. പുഷ്കർ സിംഗ് ധാമി ഇനി ഒരിക്കൽ കൂടി അധികാരം കിട്ടുന്ന രീതിയിലേക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാത്തവണ്ണം കൃത്യമായി അദ്ദേഹം തിരിച്ചടി നേരിടും എന്നുള്ളത് തന്നെയാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമാകുന്നത്. എന്നാൽ ഇവിടെയെല്ലാം BJPക്ക് ഒരു എക്സ്ട്രാ മൈലേജ് കൊടുക്കുന്നൊരു ഫാക്ടറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാറിൻ്റെ അദൃശ്യ ഇടപെടലാണ്. അദൃശ്യ കരങ്ങൾ കൊണ്ട് സഹായിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു എഫക്റ്റാണ്. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് അതിനു വേണ്ടിയുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇലക്ഷനിൽ SIR നടപടികളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായി BJPയെ കൂടുതൽ കരുതലോടെ സഹായിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ പക്ഷേ അതൊന്നും വർക്കൗട്ടായില്ല. ബീഹാറിലും ബംഗാളിലും അത് പക്ഷേ വളരെയധികം ഫലപ്രദമായി വർക്കൗട്ടായി. ഇവിടെയാണ് പതിവിൽ കവിഞ്ഞ BJPയുടെ ആത്മവിശ്വാസത്തെ പൊളിച്ചെടുക്കാൻ പുതിയൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് BJPയും സഖ്യകക്ഷികളും ആലോചിച്ച് വെച്ചിരിക്കുന്നത്.